ഗുൻ സുൻ ഇതെന്താണ്? ഗ. അപ്പൊ ഗു ഗുണ്ട ഗുണ്ട. കോഴി. ഇല്ല ഞാനൊന്നുമല്ല കോഴി. പിന്നെ ഒന്ന് പോയാടാന്ന് ഒരു തമാശ കാണിക്കുമ്പോൾ അത് സീരിയസ് എടുക്കുന്ന കാണാം നിങ്ങളൊക്കെ. ആതിര നല്ല കോഴിയാ നോറയ്ക്ക് വേണ്ടി. നല്ല വലിയ കോഴിയാ. എടീ ഇരിക്കടി ഇവിടെ. പിന്നെ ഉമ്മൊക്കെ വെക്കുന്നത് അവിടെ. അങ്ങനെയൊക്കെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് വീട്ടില്. ക്യൂട്ടായിട്ട്. അധികം ക്യൂട്ടല്ല. അതിലെങ്ങനെ ഞാൻ നൂറുടെ ഹഗ് ചെയ്യാൻ പോയി. വി ആർ എവിക്ഷൻ ഫ്രീ ചെയ്തപ്പോ അതില കൈമാറ്റടാ. അങ്ങനെയൊക്കെ കുറച്ച് ഇങ്ങനെ പൊസസീവ് ആണ്. അനീഷിനെ കുറിച്ച് എന്താ അഭിപ്രായം? പുള്ളിനെ പാവ വിചാരിക്കും. പുള്ളി പാവന്നല്ല. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഞാൻ സിംഗിൾ ആണ് മസ്താനി. അപ്പൊ എന്താ ആരിന്റെ കോൺസെപ്റ്റ് എന്താ? ജിസേൽ എന്റെ മൈൻഡ് കുറച്ചൊരു കാം. ഷീ ഈസ് വെരി കാം. ഷീ ഡസന്റ് കെയർ. വൈ ഷുഡ് ഷീ ലിസൺ ടു പബ്ലിക്? Why should she react to someone? I like those kind of women in the head who are very mentally very sorted. So എൻ്റെ ടൈപ്പ് അതാണ്. വേഴ്സ്റ്റ് പ്ലെയർ ഗെയിമർ. പേഴ്സണലി എനിക്ക് വേഴ്സ്റ്റ് ആയിട്ട് അങ്ങനെ ആരും പ്രാക്ടിക്കൽ ആൻസർ അല്ലേ? പറ, ഇരിക്കുവല്ലേ മുന്നിൽ. വേഴ്സ്റ്റ് പ്ലെയർ ചിന്തിച്ച എല്ലാരും ഞാൻ തന്നെ ഔട്ടായി. എനിക്കറിയില്ല ആക്ച്വലി ഈ ഗെയിം. നീ എനിക്ക് വേണ്ടി വേഴ്സ്റ്റ് പ്ലെയർ അല്ലടാ. അതിൽ ഞാൻ എത്ര വീണാലും എൻ്റെ നിലപാട് ഈ കാര്യത്തിൽ വീടില്ല. നീ വേഴ്സ്റ്റ് പ്ലെയർ ഒന്നുമല്ല. നീ നല്ല പ്ലെയർ തന്നെ ആയിരുന്നു. ഞാൻ പറയുന്നത് അനീഷേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? അനീഷേട്ടൻ നല്ലൊരു പഠിച്ചൊരു ഗെയിമറാണ്. വെൽ പ്ലാൻഡ് ആണ്. നല്ല സ്ട്രാറ്റജി കളിക്കുന്നുണ്ട്. പുള്ളിക്ക് കൺവേ ചെയ്യുന്ന സാധനങ്ങൾ പുള്ളി ഹൗസ് മേറ്റ്സിനല്ല കൺവേ ചെയ്യണത്, പ്രേക്ഷകരെ കൺവേ ചെയ്യാണ്. മൈക്ക് നോക്കിയിട്ടും ബിഗ് ബോസിനെ വിളിച്ചിട്ടും പുള്ളിയുടെ മെയിൻ സാധനങ്ങൾ കൺവേ ചെയ്യണത് അങ്ങനെയാണ് പ്രേക്ഷകരെ. അപ്പോൾ അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. അത് കാരണം പ്രേക്ഷകർ കണ്ടിട്ട് പുള്ളിനെ പാവ വിചാരിക്കും. പുള്ളി പാവന്നല്ല, ഭയങ്കര സ്മാർട്ടൊക്കെ ആട്ടാ. പിന്നെ കുറച്ച് ഭയങ്കര ഓവർ ആക്ടിങ് ഒക്കെയാണ്. ഡ്രാമയൊക്കെ ഉണ്ട്. അതെ, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഓവർ ആക്ടിങ്ങും ഡ്രാമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ഗെയിമറാന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് പേഴ്സണലി പുള്ളിനെ ഇഷ്ടമാണ്. ലൈക്ക് ഓവറോൾ പറയുമ്പോൾ ഐ ലൈക്ക് അനീഷ് ഒരു ആക്ടിങ് ആണെങ്കിലും ഒരു കൊള്ളാം നല്ലൊരു അടിപൊളി ക്യാരക്ടറാണ്. എനിക്ക് ആക്ച്വലി കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്താ അറിയോ? ഇപ്പൊ റീസെന്റ് നിങ്ങൾക്ക് ഒരു മോർണിംഗ് ടാസ്ക് തന്നില്ലേ, ഈ ഹൗസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി ഏതാന്ന് അല്ല എന്തോ വന്നപ്പോഴേക്കും അനീഷേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാരും എന്റെ വീട്ടിലേക്ക് വരണം, എന്റെ നാട്ടിലേക്ക് വരണം. വന്ന അന്ന് മുതൽ പുള്ളി എന്താ പറയാ, എന്റെ വീട്ടിലേക്ക് എന്റെ നാട്ടിലേക്ക്. പക്ഷെ അതിപ്പോ പുള്ളി മാറ്റി പറഞ്ഞു. പുള്ളി ഫസ്റ്റ് വന്ന് ചില സാധനങ്ങൾ പുള്ളിക്ക് ഭയങ്കര പുള്ളി സ്റ്റേണായിട്ട് പറഞ്ഞാൽ പുള്ളി അത് മാറ്റൂല. പക്ഷെ ഫൈനൽ ദിവസങ്ങളായപ്പോൾ പുള്ളി സ്വഭാവത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല, ആൾക്കാർക്ക് മാറാം ഈ വീട്ടിൽ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ കാര്യത്തിൽ അനീഷ് ഓക്കെയാണ്. ഒരു ഫൺ മൊമെന്റ് ഏതാ? ആരുടെ കൂടെ? അനീഷിന്റെ കൂടെ. അല്ല, പൊതുവെ ബിഗ് ബോസിലെ ഫൺ മൂവ്മെന്റ് പറഞ്ഞാൽ ഞങ്ങള് എന്റെ മായാമോഹിനി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഫൺ മൂവ്മെന്റ്. ഞാൻ മറ്റേ ഈ പറഞ്ഞ പോലെ മറ്റേ സർദാർജീനെ ഇങ്ങനെ കിക്കടിക്കണതും പിന്നെ മായാമോഹിനി ആ സാധനം എനിക്ക് ഞാനൊരു ആക്ടറാണ് പോണേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ പെർഫോം ചെയ്യാൻ കിട്ടി. അതെനിക്കൊരു വിജയമാണ്. ഐ വൺ ദെയർ. മായാമോഹിനി ആയാലും കുറെ ആക്ടിങ് പട്ടിയായത് ഞാൻ കണ്ടു. നിന്റെ കണ്ണിൽ നിന്റെ ഷിദ്സുവിനെ ഭയങ്കര മിസ് ചെയ്യുന്നു. ഞാൻ കണ്ടു നീ ഇങ്ങനെ. അപ്പോൾ ഐ നോ യു ലൈക്ക് മൈ ഡോഗ് ആക്ടർ. താങ്ക്ഫുൾ ടു യു ഫോർ ദാറ്റ്. അപ്പോൾ ഇങ്ങനെ പോലത്തെ കുറെ പെർഫോമൻസ് സ്ഥലങ്ങൾ കിട്ടി ആസ് എൻ ആക്ടർ. അപ്പോൾ ഇനി ഈ ഷോ ഡയറക്ടേഴ്സ് കാണുവാണെങ്കിൽ ദേ വിൽ കം ടു നോ ലൈക്ക് പയ്യനെ പെർഫോം ചെയ്യാൻ പറ്റും. ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് എനിക്ക് ബിഗ് ബോസ് ആണ്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ പീപ്പിൾ ഇൻ ദ ബിഗ് ബോസ്. ഇങ്ങനെ പോലത്തെ പ്ലാറ്റ്ഫോം തന്നു, എന്നെ പെർഫോം ചെയ്യാൻ എനിക്കൊരു സ്ഥലം കിട്ടി. ഓക്കെ, ഒരു കുഞ്ഞു ടാസ്കും കൂടി തന്നിട്ട് നമുക്ക് വൈൻഡപ്പ്. ഓക്കെ, ഇതിൽ ഞാൻ കുറച്ച് വെച്ചോ ടൈറ്റിൽസ് ഇട്ടിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആരെയാണ് ഓർമ്മ വരുന്നത് എന്ന് പറയണം. റീസണും ഗുൻ സുൻ ഇതെന്താണ്? ഗ
അപ്പോൾ ഗുണ്ട. ഗുണ്ട. അപ്പോൾ ഗുണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഗുണ്ടാക്കിയത് ഈ വീട്ടിൽ അക്ബറിനെയും ഷാനവാസിനെയാണ്. അല്ല, അവരെ ആൾക്കാർ ഹാർട്ടിൽ ഭയങ്കര അടിപൊളിയായാലും അവളുടെ ഒരു മാസ് കാണുമ്പോൾ ഒരു ഗുണ്ട ലുക്ക് ഉണ്ട്. എന്താടി നീ പറയണത്, ഗുണ്ട. അപ്പൊ എനിക്ക് വേണ്ടി ഈ വീട്ടിൽ ഗുണ്ടായിട്ട് പോണത് ഷാനവാസും അക്ബറും. രണ്ടുപേരും എനിക്ക് നല്ല കാര്യം കേട്ടോ, രണ്ടുപേരും ഇഷ്ടമാണ്. വേസ്റ്റ് ഗെയിമർ അല്ല, വേസ്റ്റ് ചെയർ ഗെയിമർ അല്ലേ? വേസ്റ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ പേഴ്സണലി എനിക്ക് വേസ്റ്റ് ആയിട്ട് അങ്ങനെ ആരും പ്രാക്ടിക്കൽ ആൻസർ അല്ലേ? വേസ്റ്റ് പ്ലെയർ ചിന്തിച്ച് എല്ലാരും ഞാൻ തന്നെ ഔട്ടായി. എനിക്കറിയില്ല ആക്ച്വലി ഈ ഗെയിം. നീ എനിക്ക് വേണ്ടി വേസ്റ്റ് പ്ലെയർ അല്ലടാ. അതിൽ ഞാൻ എത്ര വീണാലും എൻ്റെ നിലപാട് ഈ കാര്യത്തിൽ വീടില്ല. നീ വേസ്റ്റ് പ്ലെയർ ഒന്നുമല്ല, നീ നല്ല പ്ലെയർ തന്നെ ആയിരുന്നു ഞാൻ പറയുള്ളൂ. യു ആർ എ ഗുഡ് ഗെയിമർ. യെസ്. വേസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഫസ്റ്റ് വീക്ക് പോയാരാ? അപ്പം മുൻഷി ആയിരിക്കില്ലേ ഈ വീട്ടിൽ? സമയം കിട്ടില്ല, അപ്പൊ അതുകൊണ്ടല്ലേ വേസ്റ്റ് ആയി പോയത്. എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണ്. മുൻഷിയൊക്കെ നല്ല പ്ലെയർ ആയിരുന്നു ആക്ച്വലി. എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ല വേസ്റ്റ് പ്ലെയർ. എൻ്റെ ഇപ്പൊ ഞാൻ ഈ കപ്പ് എടുത്ത് ഇഫ് ഐ ഹാഡ് കം ടു ദ ഷോ അവിടെ പിന്നെ വേഴ്സ്റ്റ് ഗെയിമേഴ്സ് എനിക്ക് അറിയാം ആരൊക്കെയാ. പക്ഷെ ഞാൻ തന്നെ കപ്പ് ജയിച്ചിട്ടില്ല. ഞാനും ഔട്ടായി വന്നിരിക്കും. ഞാൻ ആരാ പറയാൻ വേഴ്സ്റ്റ് ഗെയിമർ ആരാന്ന്? നെക്സ്റ്റ് എടുക്കാം. ബ്രില്യൻ ഗെയിമർ എന്ന് പറയുമ്പോൾ ബുദ്ധി യൂസ് ചെയ്യുന്ന ഒരു ഗെയിമർ അക്ബറും അനീഷും. ഇവർ രണ്ടുപേരും ഭയങ്കര സ്മാർട്ടായിട്ട് എനിക്ക് തോന്നി ഇൻ ടേംസ് ഓഫ് പ്ലേയിങ് ഗെയിം. ഞാൻ ലീഡിൽ പോകുമ്പോൾ ലീഡ് എങ്ങനെ പൊട്ടിക്കാൻ പറ്റും എൻ്റെ, ഇവരൊക്കെയാണ് ചർച്ച. ഇവർ ചർച്ച ചെയ്യും എങ്ങനെ ലീഡ് പൊട്ടിക്കാൻ പറ്റും, ആരിൻ്റെ മേളിൽ എങ്ങനെ വരാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ താഴെ ആ വീട്ടിലെ ഗെയിം വൈസിലൊക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും മീൻസ് ഷിഫ്റ്റ് സൈഡ്സ് അല്ലേ? കാൽവാരെന്ന് പറയുമ്പോൾ അനുമോൾ വയൽക്കാട് വന്നപ്പോൾ വയൽക്കാട് കൂടെ അവർ പോയപ്പോൾ വേറെ ആളുടെ കൂടെ, പിന്നെ ആ സമയത്ത് അവൾക്ക് തോന്നിയ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ അവൾ നിൽക്കും. അതില് അനുമോളാണ്. കരച്ചിലോളി എന്ന് പറയുമ്പോ പറയണോ? ഇതൊക്കെ നിങ്ങൾ കീഴെടുക്കുക. ഇതൊക്കെ അനുമോള് തന്നെ. എനിക്ക് ഓബ്വിയസ് ആൻസേഴ്സ് ഒക്കെ മറ്റേ ഇതിനകത്ത് ഇട്ടിരിക്കുക. കള്ളച്ചൂരച്ചൻ ഞാൻ ജാട കാണിക്കണ്ടായിരുന്നില്ലേ? വായിക്കാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. കുലുപുരുഷൻ, കുലസ്ത്രീയുടെ പുരുഷൻ വെർഷൻ. കുലുപുരുഷൻ എന്നൊക്കെ പറയുമ്പോ ഷാനവാസ്, അവിടെ പുള്ളി കംപ്ലൈന്റ് ചെയ്തില്ലേ ജിസേലിന് ഈ ഡ്രസ് ഇടാൻ പറ്റില്ല, ഡ്രസ് ഇടാൻ പറ്റില്ല. ഇവർ തന്നെ പറയുന്നു ഈ വീട്ടില് there is no religion, there is no problems, എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇവർ തന്നെ പിന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്യരുത്, ഇല്ലെങ്കിൽ ഒരാളെ അക്സെപ്റ്റ് ചെയ്യും. ജസീല പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ഷാനവാസ്. ജസീല പോകുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഇനിഷ്യലി കുറ്റം പറഞ്ഞ ഷാനവാസ് അല്ലേ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അത് അങ്ങനെ വേണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് എന്ത് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ചോയ്സ് അല്ലേ. നാളെ ഒരു ഫോറിനർ വന്നാലും ഒരു ബോംബെക്കാരി വന്നാലും എന്ത് വന്നാലും അവരുടെ ഇഷ്ടം. അവർക്ക് എന്ത് വേണമെങ്കിൽ ഇടാം, ഇട്ടോ, ഒരു കുഴപ്പമില്ല. കോഴി. ഇല്ല ഞാനൊന്നുമല്ല കോഴി. പിന്നെ ഒന്ന് പോയാടാന്ന് ഒരു തമാശ കാണിക്കുമ്പോൾ അത് സീരിയസ് എടുക്കുന്ന കാണാം നിങ്ങളൊക്കെ. അതാ കോഴി എന്ന് പറയുമ്പോൾ മറ്റേ ഈ പെൺകുട്ടി പിടിക്കുന്ന സ്വഭാവമല്ലേ ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ കോഴിയായിട്ട് കാണിച്ചിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ കാണിച്ച് മാത്രമല്ല, അങ്ങനെ ഞാൻ കോഴിത്തരൊന്നും കാണിച്ചിട്ടൊന്നുമില്ല ഈ ഷോയിൽ. മറ്റേ പൊതുപ്പ കേസിലായാലും പിന്നെ പെൺകുട്ടികളോട് ഇങ്ങനെ സംസാരത്തിലായാലും ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ. ഒരു ജോളി ഗേൾസും ഗൈസിലും അങ്ങനെ വ്യത്യാസം കാണാത്ത ഒരാളാണ് ഞാൻ. രണ്ടുപേരോട് ഞാൻ സംസാരിക്കും, രണ്ടുപേരും ഞാൻ എല്ലാവരും കെട്ടിപ്പിടിക്കും. എൻ്റെ ഒരു ലവിങ് നേച്ചറാണ്. അപ്പോൾ കോഴി ഏറ്റവും കൂടുതൽ വിളിച്ചത് തന്നെയാണ് ഈ വീട്ടിൽ. പക്ഷെ ഞാനൊന്നും അല്ല കോഴി. ഏറ്റവും വലിയ കോഴി വേറെ കോഴി എന്ന് പറയുമ്പോൾ ചിന്തിക്കട്ടെ. ആദ്യം നല്ല കോഴിയാ നോറയ്ക്ക് വേണ്ടി, നല്ല വലിയ കോഴിയാ. എടീ
അന്നിരിക്കടി ഇവിടെ പിന്നെ ഉമ്മൊക്കെ വെക്കുന്നത് അവിടെ അങ്ങനെയൊക്കെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് വീട്ടില് ക്യൂട്ടായിട്ട്. അധികം ക്യൂട്ടല്ല പക്ഷെ കോഴിത്തരം ആദിലെങ്ങനെ ഞാൻ നൂറുടെ ഇങ്ങനെ ഞാൻ നൂറിനെ ഹഗ് ചെയ്യാൻ പോയി, വി ആർ എവിക്ഷൻ ഫ്രീ ചെയ്തപ്പോ ആദില കൈമാറ്റടാ, അങ്ങനെയൊക്കെ കുറച്ച് ഇങ്ങനെ പോസിറ്റീവ് ആണ്. നന്മമരം ജിസേൽ ഫുൾ ഹ്യൂമാനിറ്റി, വേറെ ലെവലായിരുന്നു ജിസേൽ ഈ കാര്യത്തില്. ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സാധനം വിട്ട് കളിച്ചിട്ടില്ല വീട്ടില്. മോഷണം നെവിൻ പറയാനൊന്നുമില്ല. ഈ രണ്ട് മൂന്ന് ഒബ്വിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയില്ല. കരച്ചിൽ കാർഡ് അനുമോള്, മോഷണം നെവിൻ, ഹ്യൂമാനിറ്റി ജിസേൽ, ഇതൊക്കെ ഭയങ്കര ഒബ്വിയസ് കറക്റ്റ് പ്രേക്ഷകർ കിട്ടിയ കറക്റ്റ് വ്യൂ ആണ്. യെസ് കഴിഞ്ഞു. ഇനി മസ്താനി ഒരു കാർഡ് എടുക്കും. ഇല്ല എനിക്കില്ല, എല്ലാം എടുത്തില്ലേ. ഓക്കെ, ഇവിടെ ഒരു പുതിയ ഗ്രൂപ്പ് നെയിം ഉണ്ട്, പട്ടായ ഗേൾസ്. യെസ്, പട്ട ഗേൾസ്. നൂറ, ആദില, അനു. അവര് കഴിഞ്ഞ ദിവസം അടിയായി, ഞാൻ കണ്ടു. കാരണം പറഞ്ഞാൽ ഒബ്വിയസ് അല്ലേ, അനുമോൾക്ക് തോന്നിയ സമയത്ത് അനുമോള് മാറും. ആദില കരഞ്ഞു, ഞാൻ കണ്ടു. അത് ഭയങ്കര ഇമോഷണൽ മൂമെന്റ് ആയിരുന്നു. ഞാൻ ഔട്ട് ആയതിനു ശേഷം കാണാറില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് മനസ്സിലായില്ല, എന്താ ഈ പട്ട ഗ്യാങ്, എന്താണ് ആര്യൻ ഗ്യാങ്, അക്ബർ ഗ്യാങ് ഒന്നും ഇല്ല. കൂടെ നിൽക്കുമ്പോ ഗ്യാങ്ങായി പോണതാണ്. ഇവർ 3 പേര് തമ്മിൽ ഭയങ്കര റാപ്പാ. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കി 2 പേര് യെസ് യു ആർ റൈറ്റ് എന്ന് പറയത്തുള്ളൂ. എന്തിനാ? വേണമെങ്കിൽ ആദിലക്ക് ഞാൻ പോയ വീക്കില് ആദിലക്ക് എവിക്ഷനിൽ വരായിരുന്നു, ആരും ആദിലക്ക് വേണ്ടി വോട്ട് ചെയ്തില്ല. എന്താ? ഗ്യാങ്. അതാണ് ഈ പട്ട ഗ്യാങ്. ഒരുമിച്ച് ഗ്യാങ് ആയിട്ട് ഡിസിഷൻസ് എല്ലാം ഒന്നായിരിക്കണം. എവിക്ഷനിലും ക്യാപ്റ്റൻസിയിലും വോട്ടിങ്ങിലും ഇവരുടെ ഡിസിഷൻസ് എല്ലാം ഒന്നാണ്. ബേസിക്കലി ഈ 3 പേരും ഒരു കണ്ടസ്റ്റന്റ് ആണ്. ചിലപ്പോൾ ആദില പറയും ഇവർ കേൾക്കും, ചിലപ്പോൾ അനു പറയും ഇവർ കേൾക്കും, ഇപ്പം നൂറ പറയും ഇവർ കേൾക്കും. ഇതായിരുന്നു ഒട്ട ഗ്യാങ്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവരായിട്ട്. ഫണ്ണായിരുന്നു. എനിക്ക് ഇവരായിട്ട് നല്ല മെമ്മറീസ് ഉണ്ട്. ഈ 3 പേര് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും കുറെ കോമഡിയും പറഞ്ഞ് ചിരിക്കുകയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു നല്ല മെമ്മറീസ് ഇവരായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നെവിൻ, ഇപ്പം ആര്യൻ ആ ഒരു എപ്പിസോഡിൽ ആര്യന്റെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നെവിന് കൊടുത്ത പണിഷ്മെന്റും കുറച്ച് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. അത്രയും വലിയൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നെവിന് പണപ്പെട്ടി എടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് എനിക്കും പേഴ്സണലി കുറച്ചും, കാരണം നെവിനെ സംബന്ധിച്ചിടത്തോളം അവനും എല്ലാവർക്കും മണി ആവശ്യമാണ്, അതൊന്ന് ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ നെവിൻ ഗെയിം കളിക്കുന്നുണ്ട്. കണ്ടായിരുന്നു 15,000 ചെക്ക് എടുക്കുന്നതും അത് അക്ബറിന് കൊടുക്കുന്നതും. അവർ തമ്മിലൊരു പ്ലാൻ ഉണ്ടാക്കി, ഇവിടുന്ന് കിട്ടുന്ന ക്യാഷ് പുറത്തുനിന്ന് തന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഗെയിം കളിക്കുന്ന നെവിൻ. ആക്ച്വലി ഞാൻ കണ്ടു. പക്ഷെ അത് നെവിന് കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലം പണിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നെവിൻ ഗെയിം കളിക്കുന്നത് നല്ലൊരു പ്ലാനിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ പൈസ അല്ലേ, പുറത്ത് എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പോൾ നെവിൻ അങ്ങനെ കളിച്ചോട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ നെവിൻ എൻ്റെ അഭിപ്രായത്തിൽ ആ വീക്ക് പുറത്ത് പോകേണ്ട ഒരാളായിരുന്നു എൻ്റെ ഇൻസ്റ്റെഡ് ഓഫ് മീ. സോ എന്നെ വിട്ടു, നെവിനെ വിട്ടില്ല. പിന്നെ നെവിൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ വീക്ക് നല്ലോണം. അതിന് പണിഷ്മെൻ്റ് ആയിട്ട് ലാലേട്ടൻ കൊടുത്തത് കുറച്ച് ഓവർ ആണെങ്കിലും ഹി ഹാഡ് ടു ഗെറ്റ് സം പണിഷ്മെൻറ്റ്. ബിക്കോസ് ഈ പറഞ്ഞ മോഷണം കുറച്ച് കൂടിപ്പോയി, ബെഡിലൊക്കെ വെള്ളം ഇട്ടു. അത് സമപ്പ് ചെയ്യാൻ വേണ്ടി അവനൊക്കെ കൊടുത്ത ഒരു പണിഷ്മെൻ്റ് ആണ് ലാലേട്ടൻ. പക്ഷെ സ്റ്റിൽ അവൻ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല, അത് ചെയ്യാൻ പറ്റില്ല. ഹീസ് ലൈക്ക് ദാറ്റ് ഫ്രം ഡേ വൺ. ആര് പറഞ്ഞാലും കേൾക്കൂല, അവൻ്റെ തന്നെ ചെയ്യും. കുഴപ്പമില്ല, ഐ ഫീൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ക്രഷ് ഉണ്ട് ആര്യന്, കുറേ ഗേൾസ് ഫാൻസ് ഉണ്ടാവും. ഇപ്പോൾ ചോദിക്കുകയാണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. ഞാൻ സിംഗിളാണ് മസ്താനി, ഞാൻ സിംഗിളാണ്. ഞാനിപ്പോൾ റെഡി ടു മിങ്കിൾ ആയിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാനിപ്പോൾ കുറച്ചും കൂടി ഞാനൊരു സിനിമ ലവറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമ പ്രാന്തനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാം വിട്ടിട്ട് ഈ വീട്ടിൽ ഞാൻ പഠിച്ചതാണ് പേഷ്യൻസും ഡിസിപ്ലിനും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണമെങ്കിൽ മസ്താനിക്ക് വേണ്ടി ഏത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തി ആയാലും ചോറായാലും ബീട്രൂട്ട് തോരനായാലും എന്തായാലും ഉണ്ടാക്കാൻ പറ്റും, പയറായാലും. ഞാൻ പഠിച്ചു, അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ കാണാത്ത ഫെയിം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാം മാറ്റി ഒരു സൈഡിലാക്കി എൻ്റെ അഭിനയം എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൽ മാക്സിമം ഞാൻ ഫോക്കസ് ചെയ്യും. ഡയറക്ടേഴ്സിനെ പോയി കാണും, സ്ക്രിപ്റ്റ്സ് പോയി കേൾക്കും, എങ്ങനെ പെർഫോം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 1 month ലീവ് എടുത്തിട്ട് ഈ വർക്കെല്ലാം വിട്ടിട്ട് ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ആക്ടിങ് ലെവലിലോട്ട് ഞാൻ എങ്ങനെ ബെസ്റ്റ് ആകാൻ പറ്റും ആസ് എൻ ആക്ടർ, ഇനി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഐ വിൽ ട്രൈ മൈ മാക്സിമം സോ ദാറ്റ് പീപ്പിൾ ക്യാൻ അക്സെപ്റ്റ് മീ ആസ് എൻ ആക്ടർ ഹിയർ നൗ. ബിഗ് ബോസ് കഴിഞ്ഞു, തീരാറായി, ഫിനിഷായി. അതൊരു ഫേസ് ആയിരുന്നു. എനിക്ക് ദൈവം
എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നല്ലോണം തന്നിട്ടുണ്ട്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടുവേർഡ്സ് ബിഗ് ബോസ് ആൻഡ് എവറി വൺ. ആൻഡ് നൗ ഐ വോണ്ട് ടു ഫോക്കസ് ഓൺ മൈ ആക്ടിംഗ് കരിയർ. ഈ കരിയർ എങ്ങനെ ബെസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും എൻ്റെ നെക്സ്റ്റ് ഫോക്കസ്. അപ്പോൾ സിംഗിൾ എന്ന് വെച്ചാൽ സിംഗിളാണ്, റൈറ്റ് ടു മിംഗിൾ അല്ല. പക്ഷേ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് കരിയർ ആക്ടിംഗ് ആണ്. ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രീ ആയാൽ അല്ലെങ്കിൽ ഒരു ഡേറ്റിന് പോകാൻ തോന്നിയാൽ ഞാൻ ഡേറ്റിന് പോകും. ചാറ്റ് പുറത്തിടരുത്, അത് ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യില്ല. എവിടെ താമസിക്കുന്നത് ഞാനും അതെ, നീ ചെയ്യുന്ന പരിപാടികളല്ലേ. എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ പറയാം, മസ്താനി ഒരു പെൺകുട്ടി ഉണ്ട്, അതൊക്കെ ഉണ്ട്. എന്താ കോൺസെപ്റ്റ് എന്താ? ഭാവിയിൽ ഇപ്പൊ ഒരു ഫ്യൂച്ചറിൽ ഒരു പാർട്ട്ണർ വേണമല്ലോ, അപ്പൊ എന്താ ആരിന്റെ കോൺസെപ്റ്റ് എന്താ? എന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭാവിയിൽ പാർട്ട്ണറിന്റെ ആവശ്യം വരുമ്പോൾ കുറച്ചുകൂടി ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. കുറച്ചൊരു സട്ടിൽ കുട്ടിയാവണം. കുറച്ച് ഈ പറഞ്ഞ പോലെ അനുമോൾ ഹാൻഡിൽ ചെയ്തില്ല സിറ്റുവേഷൻ. അപ്പോൾ ജിസിൽ എന്താ പറഞ്ഞേ, കിസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞില്ലേ ഗാർഡനിൽ ഇരുന്നിട്ട് മേക്കിംഗ് ഔട്ട് അല്ലേ, മേക്കിംഗ് ഔട്ട് ഞാൻ ഔട്ട് ഓഫ് ടോൾഡ് ഐ ഹാവ് കിസ്ഡ്, ഐ ഹാവ് നോട്ട്. ആ ഒരു മെന്റൽ സ്റ്റേബിലിറ്റി പോലത്തെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഇഷ്ടമാണ്. ജിസേൽ എൻ്റെ മൈൻഡ് കുറച്ചൊരു കാം. She's very calm, she doesn't care. Why should she listen to public? Why should she react to someone? I like those kind of women in the head who are very mentally very sorted. So എൻ്റെ ടൈപ്പ് അതാണ്, കുറച്ചും കൂടി സോർട്ട്, നോട്ട് സോ ഹൈപ്പർ, റിലാക്സ്. ബിക്കോസ് ഐ എം ഹൈപ്പർ, ഐ ടോക്ക് എ ലോട്ട്. ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ എനിക്കൊരു വേണ്ട കുട്ടി എന്ന് പറയുമ്പോൾ ഒരു സട്ടിൽ സോബർ, കുറച്ചും കൂടി സ്മാർട്ട്, കുറച്ചും കൂടി മെച്ചുവർ, നല്ല മെച്ചുവർ എന്നെ കാട്ട്. അതാണ് എൻ്റെ ടൈപ്പ് ഓഫ് പേഴ്സൺ ഹു ഐ ലൈക്ക്. ഓക്കെ. എപ്പോഴെങ്കിലും ഏതെങ്കിലും മൊമെന്റിൽ ഹൗസിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല എനിക്ക് മതിയായി എങ്ങനെയെങ്കിലും ഞാൻ 200 ഡേയ്സ് ഉണ്ടെങ്കിൽ നിന്നേനെ. ഞാൻ അതാ പറഞ്ഞ, എനിക്ക് എവിക്ഷൻ അൺഫെയർ തോന്നിയത് അതാണ്. അൺഫെയർ തോന്നിയത് കാരണം ഇതാണ്. എനിക്ക് നിൽക്കാം, എനിക്കൊരു 300 ദിവസം നിൽക്കാം അവിടെ. 300 ദിവസം ഞാൻ ആൾക്കാർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അവിടെ ഒരു കോർണറിൽ പോയിട്ട്. അതാണ് എൻ്റെ ഗെയിം. ഹാപ്പി ആയിട്ടിരിക്കും. ആൾക്കാർ സാഡ് ആകുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഹാപ്പി ആവും. അപ്പോൾ അവർ കുറച്ചും കൂടി സാഡ് ആവും. നിന്നു. ഐ ഓൾവേസ് ബി ഹാപ്പി, ജോളി ആൻഡ് ചിൽ. ഐ ലവ് ദ ഗെയിം ആൻഡ് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ലീവിംഗ് ദ ഹൗസ് അറ്റ് എനി ടൈം ഓഫ് ദ മൊമെന്റ് ആസ് വെൽ. ഒരു വീഡിയോ കാണിച്ചിട്ടാ കാണിച്ചാ എന്താ പറയണേ? അതായത് നിങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോ നെവിൻ മാത്രം ഫുൾ കോൺസെൻട്രേഷൻ ഓൺ ഫുഡാണ്. പക്ഷെ നെവിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാവരുടെയും വെയിറ്റ് കുറഞ്ഞു, നെവിന്റെ മാത്രം വണ്ണം കൂടി. അവൻ നമ്മളെല്ലാവരുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാരും ഇനി മറന്നു. സി, ഒരു വർഷം നമ്മളെ മോഷ്ടിച്ച പണിയാ, രണ്ടാമത്തെ ഇനിയും പണിയാ, മൂന്നാമത് ഇനിയും പണിയാ. പക്ഷെ പുള്ളി മോഷിച്ചെന്ന് പറഞ്ഞ ഒരു 100 times ആയിട്ടുണ്ടാവും. ഇപ്പൊ അതെ, ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി വേറെ വഴിയില്ല. നെവിൻ മോഷിച്ചോണ്ടിരിക്കും ഫുഡ്. അപ്പൊ നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പൊ ഞാനും ഉണ്ട് അതില്. അതുകൊണ്ടാണ് ഞാൻ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ആ പാവം കഴിക്കട്ടെ ഞാൻ വിചാരിക്കുള്ളൂ. നീ എത്ര മണിക്ക് കഴിക്കണം നെവിന്, ഒരു പ്രശ്നമില്ല. നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അവനോട്, വയറൊക്കെ ചാടി ഫുഡ് കഴിച്ച്. ഞാൻ നോക്കും മെലിഞ്ഞ് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ട്. സത്യം ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ ഇങ്ങനെ ഈ ഫുഡിന്റെ കാര്യത്തിലൊക്കെ. അതില് നെവിൻ കഴിച്ചോണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഫിനാലയുടെ ആ കാറിന്റെ ടാസ്ക് അത് അത്യാവശ്യം സർവൈവ് ചെയ്തു. ലൈക്ക് ഫസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ. ഞാനാണോ ഗെയിമിൽ ഫസ്റ്റ്? അതാ പറഞ്ഞ അത്യാവശ്യം ഞാൻ ഫുൾ സർവൈവ് ചെയ്തു. ലാസ്റ്റ് വരെ നിന്നു. ഇവൻ ലാസ്റ്റ് വരെ നിന്നാലും പോയിന്റ് കിട്ടില്ലല്ലോ. വിന്നർ ആവില്ലെങ്കിൽ പോലും ലാസ്റ്റ് വരെ നിന്നു. ഫസ്റ്റ് അനീഷ്, നൂറ, ആര്യൻ ഒരുമിച്ചിരുന്നത്. കറക്റ്റ്. ഞാൻ പറയാം, ഈ പറഞ്ഞ ടാസ്ക് വന്നപ്പോൾ എനിക്ക് അറിയായിരുന്നു ഞാനിപ്പോൾ എന്നാലും ജയിക്കാന്ന് പോകണില്ല. പക്ഷെ ഞാൻ ടിക്കറ്റ് ടു ഫിനാലെ പോലെ എടുത്തിട്ടില്ല. ഞാൻ ടിക്കറ്റ് ടു ഫിനാലെ ജയിക്കാൻ വേണ്ടിയല്ല ഈ എല്ലാം ടാസ്ക് കളിച്ചത്. ഞാൻ ഒരു കപ്പ് എടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വിന്നർ ആവാൻ വേണ്ടിയാണ് എൻ്റെ മൈൻഡിലെ മെയിൻ മോട്ടീവ്. എന്താ, ആര്യൻ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ ആവണം. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ യംഗസ്റ്റ് കണ്ടസ്റ്റന്റ് ടു വിൻ ബിഗ് ബോസ്. ഫ്രം ആൾക്കാർ ലാംഗ്വേജ് ചോദിക്കുമ്പോൾ മലയാളം. ഐ വോണ്ട് ടു പ്രൊമോട്ട് മലയാളം ഇവിടെ. ഐ വോണ്ട് ടു ബി എ പേഴ്സൺ ഹൂ ഇസ് ലൈക്ക്, മലയാളത്തിൻ്റെ ചരിത്രം മാത്രമല്ല മാറ്റിയത്, ഇന്ത്യയുടെ ചരിത്രം ആണ് മാറ്റിയത്. ബിക്കോസ് ഇഫ് ഐ ബി ദ വിന്നർ ഫ്രോം കേരള, മലയാളമല്ലേ ജയിക്കണത്. ലൈക്ക് ഐ എം 23 വയസ്സുള്ളൂ എനിക്ക്. അപ്പോൾ അതിൽ ജയിച്ചാൽ ഞാനൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തേനെ. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ, ഞാൻ കളിക്കണത് കപ്പിന് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് അവിടെ നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യമില്ല. പോയിന്റ്സ് കുറവല്ലേ, എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞ കാര്യമില്ല. എനിക്ക് എല്ലാം ടാസ്ക് ജയിക്കണം. പോയിന്റ്സ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ എല്ലാം ടാസ്ക് ജയിക്കാൻ തന്നെ നോക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ബാക്കി എല്ലാവരും പോയി ഉറക്കം വന്നു, മതി നീ ജയിച്ചോ. ഞാൻ അവിടെ ജയിച്ചിട്ടാണ് വന്ന് ഇറങ്ങിയത്. അത് ഞാൻ പാട്ടൊക്കെ പാടി ഒരു മധുരക്ക്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ടാസ്ക് ജയിച്ചപ്പോൾ.
ക്ലാസിക് ടാസ്ക് ആണ് അത് അതെ. ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ. അപ്പോൾ അത് ജയിച്ചാൽ ഒരു ഡിഫറെന്റ് ഹാപ്പിനെസ്സാണ്. അത് ജയിച്ചിട്ടാണ് നെക്സ്റ്റ് ഞാൻ പുറത്താവണത്, എവിക്റ്റ് ആവണത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ 86 ഡേയ്സ് വരെ നിന്നു, ബട്ട് സ്റ്റിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ. ആൾക്കാരെല്ലാവരും ഈവൻ എവിക്റ്റ് ആയ കണ്ടസ്റ്റന്റ്സ് വരെ, അതായത് നീ പുലികളി കളിച്ച് ഔട്ടാക്കി ഞാൻ വരെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ബിക്കോസ് നീ നല്ലൊരു ഗെയിമർ ആയിരുന്നു. അപ്പം ആൾക്കാരുടെ ഇടയിൽ അത്രയും ഹെയ്റ്റ് ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും, പക്ഷെ അതിൽ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ട്. ആളുകൾ അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇഷ്ടം കിട്ടാന്ന് പറയുന്നത് അത്ര ഈസി കാര്യമല്ല. എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. ചെറിയ കുട്ടികൾ എന്നെ എല്ലാ ദിവസവും വിളിക്കും, പറയുന്നുണ്ട് ആര്യൻ ചേട്ടൻ ഔട്ടായി, ഇനി ബിഗ് ബോസ് കാണാൻ ഒരു താല്പര്യമില്ല, ബിഗ് ബോസ് ഹൗസ് ഇസ് ഡെഡ് എന്ന് പറഞ്ഞ കുറേ റീൽസും വീഡിയോസ് പറഞ്ഞു. അപ്പോൾ എനിക്കത് അല്ല, ബിഗ് ബോസിന് വേണ്ടി സന്തോഷമല്ല, എനിക്ക് ഐ ഫീൽ വെരി ഹാപ്പി പീപ്പിൾ വാണ്ടഡ് മീ ഇൻ ദ ഹൗസ് സോ മച്ച്. ആ പ്രേക്ഷകരുടെ എനിക്കിപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഞാൻ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് അയക്കുന്നുണ്ട്, എല്ലാവരും പോയി മീറ്റ് ചെയ്യുന്നുണ്ട്, കരയുന്ന കുട്ടികളോട് ഞാൻ വീഡിയോ കോൾ സംസാരിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് ഈ കിട്ടിയ ഒരു അവസരം ഇങ്ങനെ കറ്റാക്കാൻ പറ്റും, ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഈ പറയുന്ന പോലെ നല്ല നല്ല സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഒരുപാട് നല്ല മൂവീസ് ഒക്കെ എല്ലാ ലാംഗ്വേജിലും ചെയ്ത ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ബിഗ് ബോസിന് കപ്പടിച്ചില്ലെങ്കിലും ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടട്ടെ. യെസ്, താങ്ക് യു സോ മച്ച് മസ്താനി. അത് നിങ്ങളുടെ വായിൽ എന്താ പറയേണ്ടത്, നാവ് പൊന്നട്ടെ അല്ലേ? താങ്ക് യു സോ മച്ച്. ഞാൻ അതെടുത്ത് വിൽക്കും. എന്താടാ? ഓക്കെ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. You're always welcome, Mastani, and I'm grateful to be a part of an interview where you're an anchor as well. And ഇതെന്റെ റീഎൻട്രി ആണ് ആക്ച്വലി. എടാ പൊളിക്കട്ടാ, നീ പൊളിക്കൂ, നീ കത്തു നോക്കി മസ്താനി, എൻ്റെ ഒരു വാക്കാ. അങ്ങനെ കത്തൂല, യു വിൽ ഡു ഗ്രേറ്റ് എന്ന് ഐ എം ടെല്ലിങ് യു. ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം ആയിരുന്നു, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി, ആൻഡ് നൗ യു വിൽ ഡു ഗ്രേറ്റ്. ഡോണ്ട് വറി, യു ഹാവ് ഓൾ മൈ സപ്പോർട്ട് ആൻഡ് ഓൾ പീപ്പിൾ ഹു ആർ വാച്ചിങ് ദ ഷോ സപ്പോർട്ട്. ഇത് പറയണോണ്ട് നിനക്കുള്ള സപ്പോർട്ട് ഇപ്പൊ കുറേ നോക്കിക്കോ. അത് കുഴപ്പമില്ല, ഞാൻ സപ്പോർട്ട് കൂടാനോ കുറയാൻ വേണ്ടി അല്ല ഞാൻ ജീവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആൾക്കാരെ എന്ത് വിചാരിക്കും അത് നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അത് കാരണം ആൾക്കാർ സപ്പോർട്ട് കുറയണമെങ്കിൽ കുറയട്ടെ. പക്ഷെ എനിക്ക് ഈ പേഴ്സണലി എല്ലാം കണ്ടസ്റ്റന്റിനും ഇഷ്ടമാണ്, നിന്നെ ഉൾപ്പെടെ എല്ലാവരും. ഐ എം വെരി വെരി ഹാപ്പി വിത്ത് ദ ഷോ ആൻഡ് ദ പീപ്പിൾ ഇൻ ദ ഷോ ആൻഡ് ഐ എം ടോട്ടലി ഓക്കെ വിത്ത് ഇറ്റ്. ഇപ്പം ഞാൻ പുറത്തു വന്നു, ഇനി ഗെയിം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ റിയൽ ബിഹേവിയർ. ഇപ്പം ഞാൻ ഇങ്ങനെ ജീവിക്കും. എൻ്റെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് and I'm always very grateful to you guys. Okay. Thank you so much. Thank you.